എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പലതരം ഇലകൾ കൊണ്ട് പലതരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള തോരനുകളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ആദ്യം പച്ച ചീരയില കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1/4 ടീസ്പൂൺ ജീരകവും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സാധാരണ നമ്മൾ ചീരയൊക്കെ തോരൻ വെക്കുമ്പോൾ എപ്പോഴും ഒരേ ടേസ്റ്റിലല്ലേ വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ ചീര ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതെല്ലാം ഒരു പകുതിയോളം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു പിടി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്ത തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കളർ മാറി വരണം. ആ ഒരു സമയം വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ട് കളർ മാറി മൂത്ത് വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ആ ഒരു മണമാണ് ഈ തോരന് കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒരു പകുതി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് കളറൊക്കെ മാറി വരുന്ന ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. പുളി ഇട്ട് കൊടുത്തതിന് ശേഷം അതും എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3-4 അല്ലി ചതച്ച വെളുത്തുള്ളിയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അത് ഇട്ട് കൊടുത്തതെല്ലാം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അതും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതും അങ്ങ് കോരി വയ്ക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുത്ത് കിട്ടുമ്പോഴൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി വീണ്ടും ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുകും കറിവേപ്പിലയും മൂത്ത് വരുമ്പോൾ ഇതേപോലെ ഇത്രത്തോളം ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ബൗൾ നിറയെ ചീര ഉണ്ടായിരുന്നു. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കേണ്ട, തുറന്നിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ചീരയില ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വാടി വെന്ത് വരും. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ചീര നന്നായിട്ട് വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരപ്പ് ഇനി ആ ഇലയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇട്ട് കൊടുത്ത് അരപ്പൊക്കെ നമ്മൾ എല്ലാം മൂപ്പിച്ചെടുത്തതായതുകൊണ്ട് തന്നെ പച്ചക്കുത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇതേപോലെ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചീരയൊക്കെ നമ്മൾ എപ്പോഴും ഒരേ ടേസ്റ്റിലല്ലേ വെച്ച് കഴിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മാറി ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് മുരിങ്ങയിലെ മുട്ടയും കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് മുരിങ്ങയില അടർത്തിയെടുത്ത് അത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. തണ്ടോട് കൂടി തന്നെ വെച്ച് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഈ ഇല അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് കഴുകുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അയൺ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ രക്തക്കുറവുള്ളവർ ഈ മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലയെല്ലാം നമുക്കിങ്ങനെ തണ്ടിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. പഴയ ആളുകളൊക്കെ മുരിങ്ങയില ഇങ്ങനെ അരിഞ്ഞെടുക്കരുതെന്നാണ് പറയുന്നത്. കഴിക്കും എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഞാനിങ്ങനെ അരിഞ്ഞാണ് ഇതെടുക്കുന്നത്. ഇപ്പോൾ ഇലയെല്ലാം ഇതേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുരിങ്ങയിലയൊക്കെ കഴിക്കാത്ത കുട്ടിയൊക്കെ മുട്ടയൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. ബീറ്റ് ചെയ്ത മുട്ട അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. മുട്ട ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കുത്തി ഉടച്ച് എടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. വെള്ളം മിക്സിയുടെ ജാറ് കഴുകുന്ന കുറച്ച് വെള്ളം മതിയാകും. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഇലയിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടയെല്ലാം മാറ്റി കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മുരിങ്ങയിലാണെങ്കിൽ ആവി കയറിയ ഉടനെ ഒന്ന് കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചിക്കി കൊടുക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ തോരൻ ഇങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇലയൊക്കെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. മുരിങ്ങയില ഒരു തവണ ഈ ഒരു രീതിയിൽ മുട്ടയും ചേർത്തൊന്ന് തയ്യാറാക്കി കഴിക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. അടുത്തത് മത്തയിലയും പയറും കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത കുറച്ച് മത്തയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തറയിലൊക്കെ പടർന്ന് കിടക്കുന്നതായതുകൊണ്ട് തന്നെ മണ്ണിൻ്റെയൊക്കെ ഇത് കാണും. അപ്പോൾ നന്നായിട്ടൊരു 3-4 വെള്ളം കഴുകിയെടുക്കണം. പിന്നെ ഇതേപോലെ ഇതൊന്ന് മുറിച്ചെടുക്കാം. ഓരോ വരിപ്പ് കാണും. ആ വരിപ്പ് വെച്ച് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അരിയാൻ നല്ല സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഇലയെല്ലാം മുറിച്ചെടുക്കാം. ഇനി ഇതിനെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ കൂട്ടി പിടിച്ച് വെച്ചിട്ട് കനം കുറച്ച് ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇലവർഗ്ഗങ്ങളിൽ തോരൻ വയ്ക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഇലയാണ് മത്തയില. ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ്. എത്രയും കനം കുറച്ച് അരിയാമോ ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. പയർ ഞാൻ നേരത്തെ കുതിർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കണം. വേവിച്ചിട്ട് വേണം ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുക്കാം. ഇനി 3-4 വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇലയുടെ പുറത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. പയറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിൽ പുറത്താക്കി ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം മതിയാകും. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറുന്ന സമയം കൊണ്ട് തന്നെ ഇലയൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പയർ നമ്മൾ വേവിച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അതിലെ ഈർപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ആ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു തോരനാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ. ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കറികളൊന്നും ഇല്ലാതെ തന്നെ ഈ തോരനിട്ട് ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മത്തയില പയർ തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുത്തു. അടുത്തത് ചുവന്ന ചീരയില കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചീരയില നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തീരെ
വലിപ്പം കുറച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. കട്ടിംഗ് ബോർഡിൽ വെച്ചോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചോ ഒക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ചീരയില അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വലുപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ തോരൻ കാണാനും കഴിക്കാനും ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ ഈ രീതിയിൽ വളരെ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ചീരയുടെ തണ്ട് ഇപ്പോൾ കറി വയ്ക്കാൻ എടുത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഇല മാത്രം ഉള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ചീരത്തണ്ടിൻ്റെ ഒരുപാട് മൂത്ത് പോകാത്ത ചീരത്തണ്ടാണെങ്കിൽ നമുക്ക് ഇലയുടെ കൂടെ തന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇലയെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ പരിപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയത് ആ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും കൂടി നന്നായിട്ട് അതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണയിൽ കിടന്ന് തേങ്ങ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. തേങ്ങയുടെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറാകുന്നവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുത്ത മുളക് പൊടി ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ മുളക് പൊടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ആ വറുത്തതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പകുതി സവാള ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് കളറ് മാറി വരണം. സവാള കളറ് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ വെളുത്തുള്ളിയും കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചേർത്ത് കൊടുത്ത സവാളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു ചെറിയ കഷ്ണം പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ പുളിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതും ചൂടായി വരുന്ന സമയത്ത് ഇത് ഇനി നമുക്ക് അടുപ്പിൽ നിന്നും കോരി മാറ്റാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് നേരത്തെ കോരി വെച്ചിരുന്നത് പോലെ തന്നെ ആ പാത്രത്തിലേക്ക് ഇതും കൂടി ആക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുക്കട്ടെ. ഈ സമയത്ത് ബാലൻസുള്ള എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീര ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചീര ഇലയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇലയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്ന സമയത്ത് ഇല ചെറുതായിട്ടൊന്ന് വാടി വരും. ആ സമയത്ത് നമുക്ക് ചട്ടി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം നന്നായി സിമ്മിലാക്കി ഇലയൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇനി വറുത്ത് വെച്ചിരുന്നതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഇല നന്നായിട്ട് ആവിയിൽ കിടന്നൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വറുത്തതെല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചീരയിലയുടെ പുറത്തേക്ക് ആക്കി കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി മൂടി വയ്ക്കേണ്ട. ഇതെല്ലാം നമ്മൾ ഓൾറെഡി മൂപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ചീരയിലയുടെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. അതെല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ചീരയിലത്തോരൻ റെഡിയായി കഴിഞ്ഞു. എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം. ചീരയിലേക്ക് നമ്മളെപ്പോഴും തയ്യാറാക്കുന്നത് ഒരേ ഒരു ടേസ്റ്റിലാണല്ലോ.
അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. അടുത്തത് മുരിങ്ങയിലയും കൂർക്കയും കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും മുരിങ്ങയില എടുക്കാം. മുരിങ്ങയില മരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് തണ്ടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്നും ഊരിയെടുത്തതാണ്. ഇതിലുള്ള ചെറിയ ചെറിയ തണ്ടുകളൊക്കെ നമുക്കാവുന്ന അത്രയും അത് അടർത്തി മാറ്റി കളയണം. ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കൂർക്ക എടുത്ത് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുരിങ്ങയിലയും കൂർക്കയൊക്കെ എടുക്കുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ. പ്രത്യേകിച്ച് അതിന് അളവുകളൊന്നുമില്ല. കൂർക്കയ്ക്ക് ഒരുപാട് വേഗമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ മതിയാകും. ഇനി ഇത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ചതച്ചെടുക്കാം. വേഗം വെച്ചിരുന്ന കൂർക്ക ഇടയ്ക്കൊന്ന് തുറന്ന് വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒരു 3/4 വേഗമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നാൽ കൂർക്ക ഒരു 3/4 വേഗമായിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലേക്ക് ഒന്ന് ആവി അടിച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് പാത്രം മൂടി വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് മുരിങ്ങയിലയിൽ നന്നായിട്ട് ആവി കയറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ മുരിങ്ങയില നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് നന്നായിട്ട് കിട്ടത്തക്ക രീതിയിൽ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തോളൂ. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ 2-3 മിനിറ്റ് ഇളക്കി കൊടുത്ത് അതിന് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചിക്കി തോർത്തിയെടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കുന്നതിലാണ് ഈ തോരൻ്റെ ഒരു ടെക്സ്ചർ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ ഇതേപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. മുരിങ്ങയില വെന്ത് വരുമ്പോൾ കട്ട പിടിക്കുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഈ കൂർക്കയ്ക്ക് പകരം നമ്മൾ ഇതിനകത്ത് ചക്കക്കുരു ഈ രീതിയിൽ ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നന്നായിട്ട് ഇലകളെല്ലാം കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഗുണങ്ങളുള്ള മുരിങ്ങയില കൂർക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രീതിയിൽ കൂർക്കയും മുരിങ്ങയിലയും കൊണ്ട് തോരൻ ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ. അടുത്തത് മുരിങ്ങയിലയും മുരിങ്ങക്കായും ഇട്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം ഇനി നമുക്കിനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ കൂട്ടിപ്പിടിച്ച് തന്നെ വെച്ചുകൊണ്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇല അരിയാതെ ഇങ്ങനെ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് കട്ട പിടിച്ചു പോകും. അപ്പോൾ ചെറിയ രീതിയിൽ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരുപാട് കട്ട പിടിക്കാതെ ഇത് നമുക്ക് തോരൻ വെച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായും കൂടെ എടുത്ത് വയ്ക്കാം. ഞാൻ ഇതേപോലെ 3 മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇതേപോലെ ഇനി നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുന്ന സമയത്ത് സൈഡിൽ വരുന്നത് ആ പരിപ്പൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുക്കാം. അപ്പോൾ എടുത്ത് വെച്ച മുരിങ്ങയ്ക്ക് അത്രയും ഇതേപോലെ രണ്ടായിട്ടൊന്ന് പിളർത്തിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് മുരിങ്ങയ്ക്ക വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇലയ്ക്കും കൂടെ ചേർത്തുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് മുരിങ്ങയ്ക്ക ഒന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അത് വേകാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന മുരിങ്ങയ്ക്ക അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ കിടക്കുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇതേപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തി കൊടുക്കാം. നിരത്തി കൊടുത്തതിന് ശേഷം പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി പാത്രം മൂടി വെച്ച് ഇനി ഇലയൊന്ന് വേവിച്ചെടുക്കാം. ഇലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ആവി കയറുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അരപ്പും ഇലയും ഒക്കെ നന്നായിട്ട് ആവി കയറി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇലയൊക്കെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കണം. അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ അടുപ്പിലിട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. വെള്ളമൊക്കെ വറ്റി തോരൻ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങക്കായ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ തോരൻ തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെയോ അതേപോലെ തന്നെ ചൂട് കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ തോരൻ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി.